നമസ്കാരം, ഡൂമർസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത് 2018 രജിസ്ട്രേഷൻ വോക്സ്വാഗൺ വെൻഡോ ഹൈലൈൻ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2018 രജിസ്ട്രേഷൻ വോക്സ്വാഗൺ വെൻഡോ ഹൈലൈൻ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത എന്ന് വെച്ചാൽ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഫ്ലഡോ ഒന്നുമില്ലാത്ത വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അതുപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. വളരെ വൃത്തിയോടുകൂടി തന്നെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ വേറെ സ്ക്രാച്ചസോ ഡെൻറ്റസോ ഡാമേജസോ ഒന്നുമില്ല. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഈ വാഹനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോ 90% ടയേഴ്സ് ഫ്രണ്ട് ടയർ ഉണ്ട്. അത് ഗുഡിയറിൻ്റെ ടയറാണുള്ളത്. അതുപോലെ തന്നെ കമ്പനി വരുന്ന അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ഇതിനുണ്ട്. വശങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ബോക്സ് ടൈപ്പ് ഇൻറ്റേർണൽ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കൽ മിററാണുള്ളത്. അതുപോലെ തന്നെ ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ ഡെൻറ്റസോ ഡാമേജസോ റീപ്ലേസോ ഒന്നുമില്ല. വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് എടുത്തു പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ 90% മുകളിൽ ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗുഡിയറിൻ്റെ നല്ല ടയർ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ അലോയ് വീൽസ് എല്ലാം കമ്പനി അലോയൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നു. യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇത് ഫുൾ ഓപ്ഷൻ ഹൈലൈൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഡീഫോക്കർ ലൈൻസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വോക്സ്വാഗണിൻ്റെ ലോഗോ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ക്രോമിയം സ്ട്രിപ്പൊക്കെ ഇതിനകത്ത് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TSI പെട്രോൾ വാഹനം ആയതുകൊണ്ട് ഇങ്ങനെ TSI ബാഡ്ജിങ് കൂടി ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 494 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ലഗേജസ് കാര്യങ്ങളൊക്കെ വയ്ക്കാമെന്നുള്ളൊരു സൗകര്യം ഇതിനകത്തുണ്ട്. അത്യാവശ്യം ലഗേജസൊക്കെ കയറ്റി ഉണ്ടാകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 90% ടയേഴ്സ് സ്റ്റെപ്പിന് ടയറും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5 ടയറും നല്ല ടയർ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറെ റീപ്ലേസ്മെൻറ്റോ അതുപോലെ തന്നെ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. കമ്പനി ഒന്നാമത്തെ പേസ്റ്റിങ് കാര്യങ്ങളോടെ കൂടി നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു പെട്രോൾ വാഹനമായതുകൊണ്ട് പെട്രോളിൻ്റെ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 90% ടയേഴ്സ് ബാക്ക് ടയറും ഉണ്ട്. അലോയ് വീൽസ് ഒക്കെ കമ്പനി വന്ന് അതേപോലെ തന്നെ നിൽക്കുന്നു. വശങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോർസിനൊന്നും ഡാമേജസോ ഡെൻറ്റസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 90% ടയേഴ്സ് ടയറിൻ്റെ ഗ്രിപ്പും ഉണ്ട്. അപ്പോൾ 5 ടയർ ഇതിനകത്ത് കിടക്കുന്ന ഗുഡിയറിൻ്റെ നല്ല ടയേഴ്സ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടയറിൻ്റെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റാണ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനം തന്നെയാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കേൾക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2018 രജിസ്ട്രേഷൻ വോക്സ്വാഗൺ വെൻഡോ 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് പെട്രോൾ 7 സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയിട്ടുള്ള DSG ഗിയർ ബോക്സോട് കൂടിയിട്ടുള്ള വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഡാഷ്ബോർഡ്സ് കാര്യങ്ങളാണ്. ഇതിന് ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS EBD അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണിത്. ഇതിൻ്റെ സെൻട്രൽ കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റമൊക്കെ ഇൻബിൽറ്റ് കമ്പനി വരുന്ന അതേ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ ഈ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതൊരു 7 സ്പീഡ് വെൻഡോയിൽ തന്നെ ഏറ്റവും ആളുകൾക്കൊക്കെ പ്രിയപ്പെട്ടതായിട്ടുള്ള ഗിയർ ബോക്സ് കൂടിയാണിത്. 7 സ്പീഡ് ഗിയർ ബോക്സാണ് ഇതിനകത്ത് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്കും കൂടിയാണ്. അത്യാവശ്യം നല്ല മൈലേജും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് 1.2 ലിറ്റർ ആയതുകൊണ്ട്. നമുക്കിതിൻ്റെ സീറ്റ്സ് കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കമ്പനി വന്ന അതേ രീതിയിൽ തന്നെയുള്ള സീറ്റ്സ് കവേഴ്സൊക്കെയാണ് ഉള്ളത്. അതായത് ബീച്ച് കളർ കമ്പനി വന്ന അതേ രീതിയിൽ തന്നെയുള്ള സീറ്റ്സൊക്കെയാണ് നിലനിർത്തിയിരിക്കുന്നത്. വേറെ വിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് എത്താം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2018 രജിസ്ട്രേഷൻ വോക്സ്വാഗൺ വെൻഡോ പെട്രോൾ ഓട്ടോമാറ്റിക് 1.2 ലിറ്റർ TSI എഞ്ചിനാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ വേറെ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഫ്ലഡോ ഒന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണത്. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 103 bhp പവറും അതുപോലെ തന്നെ 175 ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 17 km/ലിറ്ററാണ്. നമുക്ക് അത്യാവശ്യം ഒരു 13-14 മൈലേജ് കിട്ടുന്ന മികച്ച പെർഫോമൻസ് ഉള്ള 7 സ്പീഡ് ഗിയർ ബോക്സോടുകൂടി DSG ഗിയർ ബോക്സോടുകൂടി വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് ഈ വെൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് നോക്കാം. നിങ്ങളൊരു സെഡാൻ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് ഈ വാഹനം എന്ന് പറയുന്നത്. അതായത് ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്ന മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത
നല്ലൊരു വാഹനം തന്നെയാണിത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് 5,75,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. ആലുവയിൽ നമുക്ക് ന്യൂമറിസ് കാർസിന് 2 ഷോറൂമാണുള്ളത്. ഒന്ന് പ്രിയദർശിനി റോഡിലും 2 ബാങ്ക് ജംഗ്ഷനിൽ GHS അപ്രോച്ച് റോഡിലും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫിനാൻസ് മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മെഗാ ലോൺ മേള 2023 ഡിസംബർ 31 വരെയാണ് നമ്മൾ മെഗാ ലോൺ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ വാഹനങ്ങൾക്കും നമുക്ക് ഫുൾ അതായത് ചെറിയ ഡൗൺ പേയ്മെൻറ്റോടുകൂടിയും അതുപോലെ തന്നെ ഫുൾ ലോണോട് കൂടിയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലോണും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.